ഞാനിന്നിവിടെ കൗമാരക്കാരായ കുട്ടികളുടെ രക്ഷകർത്താക്കൾക്ക് വേണ്ടി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയാണ്. അപ്പം ഈ കൗമാരം എന്നുള്ളത് പാരൻസിനും കുട്ടികൾക്കും ഒരേപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതാണ്. കാരണം പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നതാണ്. ശരിക്കും പറഞ്ഞാൽ കൗമാരക്കാരായ ഒരു പെൺകുട്ടി വീട്ടിലുണ്ടെങ്കിൽ വളരെ ആശ്വാസമാണ്. കാരണം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യിപ്പിച്ചെടുക്കാൻ പറ്റും. ഒരു കൂട്ടാണ്. അമ്മയെ സംബന്ധിച്ചുള്ള ഒരു കൂട്ടുകാരിയാണ് ഈ കൗമാരക്കാരായ ഒരു 10, 12, 13, 14 വയസ്സായ ഒരു പെൺകുട്ടി വീട്ടിലുള്ളത്. പക്ഷേ ചില സ്ഥലങ്ങളിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. കാരണം അത് സാഹചര്യങ്ങൾ കൊണ്ട് ചില കുട്ടികൾ, കാരണം ഈ 10 വയസ്സിലേ ഉള്ള പ്രശ്നങ്ങളാണ് അത് നീണ്ട് 13 വരെ പോകുന്നത്. അപ്പം ആ സമയത്ത് കാരണം രക്ഷകർത്താക്കളുടെ സമയക്കുറവ് കൊണ്ടാണ് കുട്ടികൾ വേറെ സുഹൃത്തുക്കളെ തേടി പോകുന്നത്. കാരണം പല കുട്ടികളും, ഞാൻ സ്കൂളുകളിലൊക്കെ പോകാറുണ്ട്. സ്കൂളിലൊക്കെ പോകുമ്പം കുട്ടികൾ പറയുന്ന ഓരോ കാര്യങ്ങൾ കേട്ടാൽ, കാരണം പറയുന്നത് അവരുടെ രീതി അനുസരിച്ച്, അമ്മയ്ക്കൊട്ട് സമയമില്ല, ഒരു കാര്യങ്ങൾ ചെയ്തു തരാൻ സമയമില്ല. അമ്മ ഫുൾ ടൈം ലാപ്ടോപ്പിൽ വേറെ എല്ലാം വർക്ക് ഫ്രം ഹോം ചെയ്യുവാണ്. അപ്പം രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെ 12 o'clock 10-11 മണി വരെ അമ്മ ലാപ്ടോപ്പിലാണ്. അപ്പൂപ്പൻ്റെ അമ്മയാണ് നോക്കുന്നത്. ഒരു കുട്ടി പറഞ്ഞതാണ്. അപ്പോൾ ഈ കുട്ടി എന്ത് ചെയ്തു, ഇതിന് മൊബൈലുണ്ട്, അമ്മൂമ്മേരെ മൊബൈലുണ്ട്, അതെടുത്ത് വെച്ച് യൂസ് ചെയ്യും. പലരുമായിട്ടും ചാറ്റ് ചെയ്യും. ഒരു 6ാം ക്ലാസ്സിലും 7ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടിയുടെ കാര്യമാണ് പറയുന്നത്, ഒരു എക്സാമ്പിളാണ്. അപ്പം കാരണം പാരൻ്റൽ കെയർ ഇല്ല. അപ്പം അച്ഛന് സമയമില്ല, അച്ഛൻ എബ്രോഡായിരിക്കും, അച്ഛൻ പുറത്ത് അല്ലെങ്കിൽ ഫുൾ ടൈം എൻഗേജ്ഡ് ആയിരിക്കാം. അഥവാ വന്നാലും അച്ഛൻ്റെ കയ്യിലും കാണും ഒരു ഫോണ്. അപ്പോൾ അച്ഛൻ കൂടുതൽ സമയവും അതിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ കുട്ടിയുടെ അമ്മൂമ്മയും അപ്പൂപ്പനും ഒരു പരിധി വരെ അപ്പൂപ്പനും അമ്മൂമ്മയ്ക്കും കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പം പ്രശ്നങ്ങൾ ആ കുട്ടിക്ക് കൂടുകയാണ്. അപ്പം ഈ കുട്ടികളോട് എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ആദ്യമായിട്ട് നോക്കേണ്ടത് സൗഹൃദത്തോടെ പെരുമാറുക. സൗഹൃദത്തിൽ തോളിക്കൂടെ കൈയിട്ടുകൊണ്ട് നടക്കുക എന്നല്ല, ഒരു ഡിസ്റ്റൻസ്, സ്പേസ് വേണം. എപ്പോഴും അച്ഛനും അമ്മയും പാരൻസും കുട്ടികളും തമ്മിൽ ഒരു ചെറിയ ഡിസ്റ്റൻസ് വേണം. പക്ഷേ ആ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ ഒരു അകലം ഉണ്ടാക്കുന്ന സ്പേസ് ആവരുത്. ഒരു സൗഹൃദം വേണം. എപ്പോഴും തുറന്ന് സംസാരിക്കാനുള്ള ഒരു ഫ്രീഡം കൊടുക്കണം. കാരണം സ്കൂളിൽ നിന്നോ കോളേജിൽ നിന്നോ വന്നു കഴിഞ്ഞാൽ മോളോ മോനോ എല്ലാ കാര്യങ്ങളും ചോദിക്കണം. ആദ്യമൊക്കെ ഇറിറ്റേറ്റ് ചെയ്യും ഉത്തരം പറയുമ്പം, എനിക്ക് പറയാനൊന്നുമില്ല കേൾക്കപ്പോൾ. അപ്പോൾ നമ്മുടെ ശരി, അവൻ കുറച്ച് തണുത്തതിന് ശേഷം വെറുതെ കാഷ്വലായിട്ട് ചോദിക്കണം. അപ്പോൾ പതിയെ അടുത്തോട്ട് വരും. അപ്പോൾ കുറച്ചൊരു റിലീഫ് കിട്ടും. കാരണം എന്തും സംസാരിക്കാനുള്ള ഒരു സ്പേസ് നമ്മൾ കൊടുക്കണം. ഏത് കാര്യവും സംസാരിക്കാനുള്ളൊരു സ്പേസ് കൊടുക്കണം. പിന്നെ അടുത്ത് വരുന്ന ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, പരസ്പരം ഒരു ധാരണ വേണം എല്ലാ കാര്യങ്ങളിലും. കാരണം ഒരു പരസ്പര റെസ്പെക്റ്റ് വേണം. അപ്പോൾ അത് നമ്മൾ കൈകാര്യം ചെയ്യുന്നത് പോലെയാണ് ഇരിക്കുന്നത്. പിന്നെ കുട്ടികളുടെ അവരുടെ ആ ഒരു ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. കാരണം തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു പ്രാപ്തി, ഒരു 13-14 വയസ്സായുള്ള ഒരു കുട്ടി വീട്ടിലുണ്ടെങ്കിൽ, അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഒരു വസ്തു വാങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു വീട് വാങ്ങാൻ പോകുന്നു, തീർച്ചയായും ആ കുട്ടിയുമായിട്ടിരുന്ന് ചർച്ച ചെയ്യണം. അവനൊന്നും തരാൻ കാണൂല, അല്ലെങ്കിൽ അവൾക്കൊന്നും തരാൻ കാണൂല. പക്ഷേ എന്നാലും നമ്മുടെ ഇങ്ങനെ പ്ലാൻ ചെയ്യണം, അച്ഛന് ഇത്ര വരുമാനമേ ഉള്ളൂ, അമ്മയ്ക്ക് ഇത്ര, അപ്പോൾ ഇത്ര അറേഞ്ച് ചെയ്യണം എന്നുള്ളത് അവരെ കൂടെ ഇൻവോൾവ് ചെയ്യണം. നമ്മുടെ വീട്ടിൽ ചർച്ചകൾ നടത്തുന്ന സമയത്ത് നമ്മുടെ ആ കുട്ടികളെയും കൂടെ മുതിർന്നതായി നമ്മൾ കരുതുന്ന കൂടെ നമ്മൾ ഉൾപ്പെടുത്തി വരുമ്പം അവർക്ക് കുറേ കാര്യശേഷി ഡെവലപ്പ് ചെയ്യും. അപ്പോൾ അതുതൊട്ട് അവർ കുറച്ച് ചിന്തിച്ച് തുടങ്ങും. അപ്പോൾ ആ ഒരു കാര്യഗൗരവം അവരിൽ ഡെവലപ്പാവും. അത് വളരെയധികം പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്ത് കാര്യം നമ്മൾ ഡിസൈഡ് ചെയ്യുമ്പോഴും അവരുമായിട്ട് ഡിസ്കസ് ചെയ്യുക. കാരണം ഒരു ഫാമിലി പ്രോബ്ലം സമയത്ത് ഒരു ഫാമിലി കൗൺസിലിങ്ങിന് വന്നപ്പം ഒരു പയ്യൻ പറഞ്ഞതാണ്, എനിക്ക് കാര്യങ്ങൾ നേരിടാനുള്ള ഒരു കാപ്പബിലിറ്റി വന്നിട്ടില്ല. കാരണം എനിക്ക് ചെറുപ്പത്തിലെ എൻ്റെ അച്ഛനും അമ്മയും എന്നോടൊന്നും പറയാറില്ല. എല്ലാ കാര്യങ്ങളും ചോദിക്കുമ്പോഴും നിനക്കൊന്നും അറിയില്ല. സ്റ്റിൽ നൗ എനിക്കത് എൻ്റെ ഫാമിലിയിൽ അത് എഫക്റ്റ് ചെയ്തു. എനിക്കൊന്നും അറിയില്ല. അപ്പോൾ എനിക്ക് മാനേജ് ചെയ്യാൻ അറിയത്തില്ല. അപ്പം നമ്മുടെ ഈ സമയത്ത് കുട്ടികളെ നമ്മളെ കൂടെ ഒപ്പമിരുത്തി വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോഴും ഫൈനാൻഷ്യലായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളപ്പോഴും അവരുമായിട്ട് തുറന്ന് ഡിസ്കസ് ചെയ്യണം. അവരെ കൂടെ നമ്മുടെ ചർച്ചയിലൊരു ഭാഗമാക്കി മാറ്റണം. പിന്നെ വരുന്നതാണ് ഓവർ കെയറിങ്. കാരണം കുട്ടിയിൽ നിന്ന് കൗമാരത്തിലോട്ട് കടക്കുന്ന സമയത്ത് അപ്പൂപ്പൻ്റെ അമ്മമ്മയൊക്കെ പ്രത്യേകിച്ച് വീട്ടിലുണ്ടെങ്കിൽ അവരൊരിക്കലും അക്സെപ്റ്റ് ചെയ്ത് തരില്ല. കൊച്ചു വളർന്നു അല്ലെങ്കിൽ കുഞ്ഞ് മാറി കൗമാരമായി എന്നുള്ള അക്സെപ്റ്റ് ചെയ്യില്ല.
എടുത്തു കൊടുക്കുക, എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുക, എല്ലാ കാര്യങ്ങളും പുറകെ നടന്ന് ചെയ്യുക. പിന്നെ എവിടെയെങ്കിലും സ്ഥലത്തോട്ടായിട്ട് പോകണമെങ്കിൽ കൂടെയുള്ള ഒരാളിൻ്റെ അടുത്ത് പറയും, സെയിം ഏജ് ആയിരിക്കും, അവനെ ഒന്ന് നോക്കിക്കൊള്ളണേ, അല്ലെങ്കിൽ അവളെ ഒന്ന് നോക്കിക്കൊള്ളണേ. ദിസ് ഈസ് ഓവർ കെയറിങ്. ഇപ്പോൾ ഈ ഓവർ കെയറിങ് ഈ കൊച്ചിൻ്റെ എന്താണ് സെൽഫ് ഡിക്ലൈൻഡ് ആവുകയാണ്. ഒരു ഡെവലപ്മെൻറ്റ് സമയത്ത് നമ്മളതിനെ വലിച്ച് താഴോട്ട് കൊണ്ടുവരാണ്. അപ്പം ആ ഒരു എഫിഷ്യൻസി അതിന് ഒരുപാട് കുറയും. അപ്പോൾ തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ഇല്ലാതാവും. ഇപ്പോൾ കുറച്ച് മുതിർന്നതിന് ശേഷം ഹോസ്റ്റലിലോട്ടൊക്കെ വിടുകയാണെങ്കിൽ അവിടെ കൈകാര്യം ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് പലതരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടായി അതിന് ഫേസ് ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് സൂയിസൈഡൽ ടെൻഡൻസിയിലോട്ട് പല കുട്ടികളും പോകുന്നത്. അപ്പം അത് നമ്മുടെ ആ ഒരു ഓവർ കെയറിങ് നമ്മുടെ കുറച്ച് കുറയ്ക്കണം. കാരണം എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത് കുറച്ച് അവരെ തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ബി റെസ്പോൺസിബിലിറ്റി അവരെ ഏൽപ്പിക്കണം. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും അവരുടെ പുറകെ ആയിരിക്കണം എന്ന് അവരറിയാതെ അവരെ പുറകെ നമുക്കൊരു കണ്ണ് അവരെ പുറകെ വേണം. കൗമാരക്കാരായ പെൺകുട്ടികളുടെയും ആൺകുട്ടികളുടെയും പുറകെ രക്ഷകർത്താക്കളുടെ കണ്ണുകൾ വേണം എപ്പോഴും. കാരണം അവരറിയരുത്, അവർക്കൊരിക്കലും സംശയം തോന്നരുത് എൻ്റെ അമ്മയും അച്ഛനും എന്നെ പുറകെ വാച്ച് ചെയ്യണം ഒരിക്കലും. കാരണം അവരുടെ ബിഹേവിയർ, പോക്ക്, നടത്ത എല്ലാം, കാരണം വീട്ടിൽ വന്നാലും അവരെന്തൊക്കെ ചെയ്യുന്നു എല്ലാം നമ്മൾ ഒബ്സർവ് ചെയ്യണം. ഇടയ്ക്കിടയ്ക്ക് അവരുടെ ബാഗ് അവരറിയാതെ നോക്കണം. എന്തെങ്കിലും ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഒരിക്കലും ഡയറക്റ്റായിട്ട് ചോദിക്കരുത്. ചോദിച്ചു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഇമോഷണൽ ഔട്ട് ബസ്റ്റ് ഉണ്ടാകും. ഞാൻ വെച്ചതല്ല, അങ്ങനെ ചെയ്തല്ല, അങ്ങനെ. കാരണം അവർക്ക് പിന്നെ അവരിതങ്ങ് ലൈസൻസ്ഡ് ആവും. കാരണം നിങ്ങൾക്കറിയായിരിക്കാം, നിങ്ങൾ അഡൾട്ടാണല്ലോ, നിങ്ങൾക്കറിയായിരിക്കാം എന്തെങ്കിലും നമ്മൾ തെറ്റുകൾ ചെയ്താൽ, ഇപ്പം പ്രത്യേകിച്ച് മദ്യപിക്കുന്ന ഭർത്താവ് മദ്യപിക്കുകയാണെങ്കിൽ രഹസ്യമായി കഴിച്ചുകൊണ്ടിരുന്ന ഒരാൾ പരസ്യമായി നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ലൈസൻസാണ്. അതേപോലെയാണ് നമ്മുടെ കുട്ടികൾ. അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കള്ളത്തരം പിടിച്ചിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം അവർ ഷൗട്ട് ചെയ്യുമെങ്കിലും പിന്നെ അവർക്കതൊരു ലൈസൻസ്, അവർക്കൊരു പ്രശ്നമേ കാണത്തില്ല. ഏതെങ്കിലും സബ്സ്റ്റൻസോ എന്തെങ്കിലും പൊതിയോ എന്തെങ്കിലും, ഇപ്പോൾ ഒരു പൊതിയാണ് അവർ കൊടുക്കുന്നതെന്നാണ് പറയണത്, മയക്കുമരുന്നിൻ്റെ. പിന്നെ സിഗരറ്റ് പാക്കറ്റ്, ആൽക്കഹോളിൻ്റെ എന്തെങ്കിലും കണ്ടൻറ്റോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ. അതുപോലെ ഈ നിങ്ങളുടെ സോഫ്റ്റ് ഡ്രിങ്ക്സ് യൂസ് ചെയ്യാത്ത വീടുകാരാണെങ്കിൽ കുട്ടികളുടെ ബാഗിൽ സോഫ്റ്റ് ഡ്രിങ്ക്സിൻ്റെ കുപ്പികളുണ്ടെങ്കിൽ അത് സൂക്ഷിക്കണം, അത് നോക്കണം, അതെടുത്ത് സ്മെല്ല് ചെയ്യണം, അതിനെ കുറിച്ച് പതുക്കെ അങ്ങ് മാറ്റിയെടുക്കുക. പിന്നെ അനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ അതെങ്കിലും ഉണ്ടെങ്കിൽ. പിന്നെ പെൺകുട്ടികളിൽ ചിലപ്പോഴൊക്കെ മൊബൈൽ ഫോൺ കാണും റൂമിൽ, രാത്രി ബുക്കിൻ്റെ അടിയിലും ബാഗിൻ്റെ അടിയിലൊക്കെ ഇരുന്ന് വയ്ക്കും. കാരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു റെസ്പോൺസിബിൾ, നമ്മളെപ്പോഴും പുറകെ നടക്കണം. പിന്നെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുകയും ചെയ്യല്ലേ, അങ്ങനെ ചെയ്യല്ലേ, ഇങ്ങനെ ചെയ്യല്ലേ, ഇങ്ങോട്ട് വരില്ല, അങ്ങോട്ട് പോകല്ലേ, എല്ലാം നോസ്. ഒരു കുട്ടി പറഞ്ഞതാണ്, എല്ലാം നോസ് എൻ്റെ വീട്ടിലുള്ളൂ, ഒരു ഡൂസും ഇല്ല, എല്ലാം ഡോൺസ്. അങ്ങനെ ചെയ്യല്ലേ, അങ്ങോട്ട് പോകല്ലേ, അപ്പുറത്ത് പോലെ, ഈ ഷർട്ട് ഇടല്ലേ, ഈ ഉടുപ്പിടല്ലേ, ഈ ചെരുപ്പിടല്ലേ, ഇങ്ങനെ തലപോതരുത്. അപ്പം ഒരു റിബല്യസ് ചൈൽഡായിട്ട് മാറും ആ കുട്ടി. ഒന്നുകിൽ റിബല്യസ് ആവും, അല്ലെങ്കിൽ സബ്മിസീവ് ആവും, എല്ലാം അമ്മയ്ക്ക് വെച്ച് ഒതുങ്ങിക്കൂടി ഒന്നിനും കൊള്ളാത്തതാവും. അപ്പം അത് ഫാമിലി ലൈഫിൽ എഫക്റ്റ് ചെയ്യും വളരെ തരത്തിലുള്ള. കാരണം ഈ സമയത്താണ് സെക്ഷൽ ഡെവലപ്മെൻ്റൊക്കെ വരുന്ന സമയത്ത്. അപ്പം എല്ലാ കാര്യത്തിനും നമ്മൾ ഓവർ കൺട്രോൾ ചെയ്ത് പോയാൽ, പ്രത്യേകിച്ച് ആൺകുട്ടികൾക്ക് ശകലമൊക്കെ പ്രൈവസി വേണം. അപ്പോൾ ആ പ്രൈവസിയൊക്കെ നമ്മൾ കൊടുക്കണം. അപ്പോൾ കൂടുതൽ സമയം ടോയ്ലറ്റ് യൂസേജ് അത് വലിയ പരാതിയായിട്ട് പറയും. പക്ഷേ അതെന്താണെന്ന് അന്വേഷിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. കാരണം അമിതമായി യൂസ് ചെയ്യാൻ സമ്മതിക്കില്ല, പക്ഷേ കുറച്ച് സമയമൊക്കെ അവർക്ക് പ്രൈവസി കൊടുക്കുക. അവർക്കൊരു ഡെവലപ്മെൻ്റ് ഉള്ള സമയത്ത്, ഹോർമോണൽ ചേഞ്ചിൻ്റെ കൂടെ സെക്ഷൽ ഡെവലപ്പ് ചെയ്യുന്ന സമയത്താണ്. പിന്നെ അവരെ അക്സെപ്റ്റ് ചെയ്യുക, അംഗീകരിക്കുക, എന്ത് പറഞ്ഞാലും അവരെ അക്സെപ്റ്റ് ചെയ്യുക. അവരെന്തെങ്കിലും നമ്മളോട് പറയാൻ വന്നാൽ വളരെ കാര്യഗൗരവത്തോടെ നമ്മൾ കേൾക്കണം. വളരെ സില്ലി കാര്യമായിരിക്കാം നമ്മളെ സംബന്ധിച്ചോളം, പക്ഷേ എന്നാലും ക്ഷമയോടെ ഇരുന്ന് കേൾക്കുക. അഥവാ നമ്മൾ ശ്രദ്ധിച്ച് കേട്ടില്ലെങ്കിൽ ദേ വിൽ സെർച്ച് അതർ പേഴ്സൺ ഫോർ ദാറ്റ് ഷുവർലി. കാരണം ഈ എക്സ്ട്രോവേർട്ടായിട്ടുള്ള കുട്ടികൾ, അതായത് പുറത്ത് തുറന്ന് സംസാരിച്ചു കൊണ്ട് നടക്കുന്ന കുട്ടികൾ തീർച്ചയായും അവർ ആരോടെങ്കിലും സംസാരിച്ചില്ലെങ്കിൽ അവർക്ക് ഫ്രസ്ട്രേഷൻസ് ഉണ്ടാവും. അപ്പോൾ അവർ സംസാരിക്കും. അപ്പോൾ അവർക്ക് നല്ല നല്ല ഫ്രണ്ട്സിനെ കിട്ടും. പിന്നെ നമ്മുടെ കയ്യിൽ കിട്ടത്തില്ല. പിന്നെ നമ്മൾ പറഞ്ഞാൽ കേൾക്കില്ല എന്നുള്ള കംപ്ലയിൻറ്റ് വരല്ലേ. കേൾക്കുക, ആരെങ്കിലും ഒരാൾ വളരെയധികം ശ്രദ്ധയോടെ കേൾക്കുക. പിന്നെ കമ്പയർ ചെയ്യുക. അപ്പോൾ അവനെ കണ്ടുപിടിക്കുക, ഇവളെ കണ്ടുപിടിക്കുക, അല്ലെങ്കിൽ അതേപോലെ ആകുക, ഒരിക്കലും ആവാൻ പറ്റില്ല. നമ്മുടെ കുട്ടികളാണ്. അപ്പം എപ്പോഴും നമ്മുടെ അവയർനെസ് ഉണ്ടാക്കിയെടുക്കണം പാരൻസ്. അപ്പം നമ്മളെപ്പോലെ ഇരിക്കും നമ്മളെ കുട്ടികൾ. അപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തിട്ടുണ്ടോ അതെല്ലാം ആലോചിക്കണം. അപ്പോൾ അവിടെയൊക്കെ ഉണ്ടാക്കിയ മിസ്റ്റേക്സ് നമ്മുടെ കുട്ടികളിൽ അത് കറക്റ്റ് ചെയ്ത് കൊടുക്കണം. നമ്മുടെ ജീവിതത്തിലുള്ള എക്സ്പീരിയൻസസ്, ബിറ്റർ എക്സ്പീരിയൻസസ് കാണും, പ്ലസൻറ്റ് എക്സ്പീരിയൻസസ് കാണും. അതിന് നമ്മുടെ ഏതൊക്കെ തരത്തിലാണോ നമുക്കത് ബാഡായിട്ട് തോന്നിയത്, നമ്മുടെ ചില ബിഹേവിയേഴ്സ്, അത് കുട്ടികളിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കണം.
അതിനവരെ കുറ്റപ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്, കമ്പയർ ചെയ്യുകയും ചെയ്യരുത്. അപ്പോൾ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മളിൽ കൂടെ അവരെ നേരെയാക്കാൻ നോക്കണം. നമ്മളിലുണ്ടായ ഡ്രോബാക്സ് അത് കുട്ടികളിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മളവരെ മാക്സിമം ഹെൽപ്പ് ചെയ്യണം. അവരെ നല്ല സപ്പോർട്ടായിട്ട് നിന്ന് കഴിഞ്ഞാൽ കുട്ടികളെല്ലാം നല്ലവരാണ്, നല്ല ഹെൽപ്ഫുള്ളായിട്ടുള്ള കുട്ടികളാണ്. അപ്പോൾ അവരെ നമ്മൾ നന്നായിട്ട് കൊണ്ടുപോവുക, നന്നായിട്ട് നമ്മുടെ വളർത്തിയെടുക്കുമ്പോൾ ഒരു ചെടിയെ വെള്ളമൊഴിച്ച് അത് വളർന്ന് വന്നിട്ട് ഒരു പരിധി കഴിയുമ്പോൾ നമ്മൾ പിന്നെ അതിനെ ശ്രദ്ധിക്കാതിരുന്നാൽ അത് മുരടിച്ചു പോകും. അതുപോലെയാണ്. കാരണം ഈ സമയം നമ്മൾ അവരെ കൂടെ നിന്ന് നമ്മളിലൊരു ട്രസ്റ്റ് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം രക്ഷകർത്താക്കൾ. പിന്നെ ഈ ഫാമിലി ഇഷ്യൂസ്, കാരണം അച്ഛനും അമ്മയും കൂടെയുള്ള പ്രോബ്ലംസ്. അപ്പം നമ്മൾ വിചാരിക്കും അവർക്കെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും നമ്മുടെ ഒരു കാര്യം പോലും കുറയ്ക്കാതെ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പം ഈ ഫാമിലിക്കകത്തുണ്ടാകുന്ന പ്രോബ്ലംസ്, പാരൻ്റൽ കോൺഫ്ലിക്റ്റ്, ആൽക്കഹോളിക് ഫാദർ, അപ്പം പിന്നെ ഇറസ്പോൺസിബിൾ മദർ, ഒരു ഉത്തരവാദിത്വം ഇല്ലാത്ത അമ്മമാരുണ്ട്, ഒരു കാര്യങ്ങളും നോക്കില്ല, രാവിലെ കൃത്യസമയത്ത് എണീക്കത്തില്ല. ഒരു അമ്മൂമ്മയുള്ളിടത്തോളം കാലം അമ്മൂമ്മ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. പക്ഷേ ചില അമ്മമാർക്ക് ആരോഗ്യമില്ലെങ്കിൽ അവരെങ്ങനെയെങ്കിലുമൊക്കെ കഷ്ടപ്പെട്ട് നോക്കും. ഈ ഓൺലൈൻ ഫുഡ് വാങ്ങി കൊടുക്കുക, ജങ്ക് ഫുഡ്സൊക്കെ കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ അത് അതിനോട്ടുള്ള അഡിക്ഷൻ ആയി മാറി വേറെ പല അസുഖങ്ങളിലോട്ടും കൊണ്ടെത്തിക്കും. അപ്പം ആ ഒരു റെസ്പോൺസിബിലിറ്റി നമ്മളിൽ ഉണ്ടാക്കിയെടുക്കണം. കാരണം ഈ ഒരു കോൺഫ്ലിക്ട്സ് വീട്ടിലുണ്ടാകുമ്പം ആൽക്കഹോളിക്കായിട്ടുള്ള ഫാദർ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ വീട്ടിൽ വളരുന്ന കുഞ്ഞ് നമ്മളെ കണ്ടാണ് പഠിക്കുന്നത്. നമ്മളിപ്പോൾ ഒരു കാര്യം പറയുമ്പോൾ കഴിക്കാം, പ്രശ്നമില്ല, പക്ഷേ വിത്തൗട്ട് ദ അവയർനെസ് ഓഫ് ദ ചൈൽഡ് അത് ചെയ്യാം, രഹസ്യമായിട്ട് ഉപയോഗിക്കാം, ഒരു പ്രോബ്ലവും ഇല്ല. പക്ഷേ കുട്ടികളുടെ മുമ്പ് വന്ന് വളരെ ബഹളം ഉണ്ടാക്കുന്ന കുട്ടികളെ പലതരത്തിൽ അത് എഫക്റ്റ് ചെയ്യും. ഞാൻ ഒരുപാട് കുട്ടികളെ കണ്ടിട്ടുള്ള ഡിപ്രഷനായിട്ടും ഈ സ്കൂളിൽ പോകുമ്പോഴേ കൺസൾട്ടേഷന് വരുന്ന കുട്ടികൾ വളരെ വിഷമത്തോടെ പറയാറുണ്ട്, പറയാൻ പറ്റത്തില്ല അച്ഛനോടും. അപ്പം അമ്മ ഒരുപാട് സഫർ ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ അവിടുത്തെ സഫറിങ് ഹീറോ മദറായിരിക്കും, ആ അമ്മയായിരിക്കാം ചില പെൺകുട്ടികൾ ഇമിറ്റേറ്റ് ചെയ്യണത്. അങ്ങനെ വരുമ്പോൾ ഒരു 25 വയസ്സ് 22 വയസ്സൊക്കെ ആകുമ്പം മാരേജ് ഇഷ്യൂസ് വരുമ്പം മാരേജ് കാര്യങ്ങൾ വരുമ്പം പെൺകുട്ടികൾ എതിർക്കും കല്യാണം. ഇപ്പോഴത്തെ കാലത്ത് പല ഇത് നിങ്ങളുടെ അന്വേഷിച്ച് അറിയാൻ പറ്റും, പെൺകുട്ടികൾ കല്യാണം കാര്യങ്ങൾ പറയുമ്പം സമ്മതിക്കാറില്ല, അവർക്കത് എതിർക്കുന്നു. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് സ്ട്രഗിൾ ചെയ്യാൻ വയ്യ. അവർ പറയുന്നു ഇതിൻ്റെ ആവശ്യമില്ല, എന്തിനാണ് വെറുതെ കുട്ടികളെ ആക്കുക, പിന്നെ നമ്മൾ വഴക്കുണ്ടാക്കുക, ടെൻഷനാകുക, പൈസ ഉണ്ടാക്കാൻ വേണ്ടി സ്ട്രഗിൾ ചെയ്യുക, എന്തിന്? പീസ് ഓഫ് മൈൻഡാണ് ആവശ്യം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ നമുക്ക് ഒരു വളരെ ഫ്രീ ആയിട്ട് നമ്മുടെ ജോലി വേണം, പഠിക്കണം, ജോലി വേണം, ഒരു സിംഗിൾ ലൈഫായിട്ട് വേണം, അങ്ങനെ ചിന്തിക്കുന്നു. അതിൻ്റെ കാരണക്കാരും നമ്മുടെ തന്നെയാണ്, രക്ഷകർത്താക്കൾ തന്നെയാണ്, നമ്മുടെ വീട്ടിലുള്ള എൻവിറോൺമെൻറ്റാണ്, നമ്മളിലുള്ള ആ ഒരു ഇറസ്പോൺസിബിലിറ്റിയാണ്. നമ്മൾ ടുഗദർനെസ്സിലുള്ള ഇറസ്പോൺസിബിലിറ്റി കുട്ടികളെ പലതരത്തിൽ അത് എഫക്റ്റ് ചെയ്യാറുണ്ട്. അപ്പം അത് നമ്മൾ ശ്രദ്ധിക്കുക.